എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാരണം, സമ്മോഹനം, വശ്യം, ഉച്ചാടനം, സ്തംഭനം, വിദ്വേഷണം, ഇതിൽ വശ്യകർമ്മത്തെയാണ് കൂടുതൽ പേരും ഉപയോഗപ്പെടുത്തുന്നത്. വശ്യകർമ്മത്തിൽ രാജവശ്യം, ലോകവശ്യം, ശത്രുവശ്യം, പുരുഷവശ്യം, സ്ത്രീവശ്യം, മൃഗവശ്യം, സഭാവശ്യം എന്നിങ്ങനെ പലതരം കർമ്മങ്ങളുണ്ട്. അതിൽ അതുപോലെ വ്യത്യസ്തമായ ക്രിയാവിധികളും ഉണ്ട്. എപ്പോഴാണ് നമ്മെ സ്നേഹിച്ചിരുന്ന വ്യക്തി പതിയെ പതിയെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്? ഇതിൽ പല കാരണങ്ങളുമുണ്ട്. പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. നിങ്ങളിലുള്ള ആകർഷണം കുറഞ്ഞു വന്നു, അതായത് നിങ്ങളിലേക്കുള്ള വശ്യത കുറഞ്ഞു. അതുമല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. അതുമല്ല എങ്കിൽ നിങ്ങളെക്കാളും വശ്യതയുള്ള ആളെ അവർക്ക് ലഭിച്ചു. മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണിത്. ഇങ്ങനെ സാധിക്കുന്നവർ, അതായത് വിട്ടുപോയവർ, തീർച്ചയായും നിങ്ങളോട് മനസ്സുകൊണ്ടായിരിക്കില്ല നിങ്ങളെ പ്രേമിച്ചിരുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവർ നിങ്ങളെ അവരുടെ ബുദ്ധി കൊണ്ടാണ് സ്നേഹിച്ചിരുന്നത്, തീർച്ച. മനസ്സുകൊണ്ടുള്ള പ്രണയത്തിന് മുമ്പ് പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും വരികയില്ല. ഇന്ന് എവിടെ നോക്കിയാലും ഈ വിഷയം നമുക്ക് കേൾക്കാനാകും. ബന്ധങ്ങൾക്ക് ദൃഢത എന്നത് വളരെ കുറഞ്ഞു വന്നു. മോഡേൺ യുഗമല്ലേ, എല്ലാവരും മെറ്റീരിയൽ ഹാപ്പിനെസ്സിൽ വേഗം വീണുപോകുന്നു. വഴിതെറ്റിക്കാനായി പല മാർഗങ്ങളും സുലഭമായി ഉണ്ടുതാനും. ലോയൽ അഥവാ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ പൊട്ടനാകുന്ന ഇക്കാലത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അല്ലേ? സ്പിരിച്വൽ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ മനസ്സ് അതുപോലെ ആയിരിക്കുകയും വേണം. പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്ന് ഇവിടുത്തെ ഭക്ഷണം രുചിച്ചു നോക്കി, ഇനി മറ്റൊരു ഹോട്ടലിലെ ഭക്ഷണം രുചിച്ചു നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലേ? കാലവും അതിന് വഴിവെച്ചു കൊടുക്കുകയാണോ എന്ന് വരെ ആലോചിച്ചു പോകും. മനസ്സുകൊണ്ട് പ്രണയിച്ചവർക്കാണല്ലോ ബന്ധം വേർപെട്ട് കഴിയുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്, അതായത് ദുഃഖമുണ്ടാകുന്നത്. ആ സമയം അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയാമല്ലോ. അങ്ങനെ ഒരിക്കലും സാധിക്കുകയുമില്ല. ഈ അധ്യായത്തിൽ പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനായി, അത് ഭർത്താവായാലും കാമുകനായാലും ഭാര്യയായാലും കാമുകയായാലും, അവരെ തിരികെ കൊണ്ടുവരാനായി ജപിക്കേണ്ട ഒരു ഭദ്രകാളി മന്ത്രവും അതിനായി അതിൻ്റെ ലളിതമായ വിധേയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും പറയാതെ മന്ത്രത്തെ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം കാളി ഭദ്രകാളി കപാലിനി അമുഖം വശം കുരു കുരു കോടി ഭവഃ. ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ഓം കാളി ഭദ്രകാളി കപാലിനി അമുഖം വശം കുരു കുരു കോടി ഭവഃ. ഭദ്രകാളി വശീകരണ മന്ത്രമാണ്. വളരെ ശക്തിയേറിയ മന്ത്രമാണിത്. വളരെ സൂക്ഷിച്ച് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോഗിക്കുക. ഇനി ഇതിൻ്റെ വിധിയെ പറഞ്ഞു തരാം. ആദ്യം ഈ മന്ത്രത്തെ ഒരു ചുവന്ന പേന കൊണ്ട് വരയൊന്നുമില്ലാത്ത ഒരു വെളുത്ത പേപ്പറിൽ എഴുതുക. ഈ മന്ത്രത്തിൻ്റെ അമുഖം എന്ന സ്ഥാനത്ത് ആരെയാണോ വശീകരിക്കേണ്ടത് അവരുടെ പേര് എഴുതുക. ഈ മന്ത്രത്തെ രാവിലെ സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ഒരു സ്ഥാനത്ത് കറുത്തതോ അല്ലെങ്കിൽ ചുവന്നതോ ആയ തുണി വിരിച്ച് ഇരിക്കുക. കിഴക്കോട്ട് നോക്കി വേണം ഇരിക്കേണ്ടത്. മുന്നിൽ ഒരു ചെമ്പ് പാത്രത്തിൽ അല്പം വെള്ളം വയ്ക്കുക. അതിൽ ഒരു ഗ്രാമ്പു ഇടുക. ഇത് ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ സമയം അഭിജിത് മുഹൂർത്തമാണ്. ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കും. അതിന് സാധിക്കുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചെയ്യുന്ന കാര്യം രഹസ്യമായിരിക്കണം. അതായത് ആരും കാണാനോ കേൾക്കാനോ പാടില്ല.
അതുപോലെ തിരഞ്ഞെടുക്കുന്ന സമയവും ഒന്നു തന്നെ ആയിരിക്കണം. ശുദ്ധ മനസ്സോടെ വേണം ചെയ്യേണ്ടത്. അതായത് വ്യാകുല മനസ്സോടെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ശുദ്ധവും ശാന്തവുമായ മനസ്സോടെ ഈ കർമ്മം ചെയ്യുക. ആദ്യം മന്ത്രം എഴുതി വെച്ച പേപ്പർ മുന്നിൽ വയ്ക്കുക. ആദ്യം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രത്തെ, അതായത് ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രത്തെ 21 തവണ ജപിക്കുക. അതിനുശേഷം ആ പേപ്പറിന്റെ മുകളിൽ വ്യക്തിയുടെ ഫോട്ടോ വയ്ക്കുക. അതിലേക്ക് നോക്കിക്കൊണ്ട് അല്പജലം വലത് കൈയിൽ ഒഴിച്ച് സങ്കല്പിക്കുക. പറയേണ്ടത് ഇതാണ്: കാളിയമ്മേ, അമ്മയുടെ അനുഗ്രഹത്താൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നോടൊപ്പമുണ്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം എത്തി എന്ന് കാര്യം നടന്നതുപോലെ പോസിറ്റീവ് ചിന്തയോടെ പറയുക. അതിനുശേഷം ജലത്തെ തറയിലേക്ക് വിരലിലൂടെ ഒഴുക്കിവിടുക. അതിനുശേഷം കാളിയമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ ഭദ്രകാളി മന്ത്രത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാലയോ രക്തചന്ദനമാലയോ ഉപയോഗിച്ച് 108 തവണ ജപിക്കുക. അതിനുശേഷം ഭദ്രകാളിയമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രണമിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അയാളുടെ ഫോട്ടോയും മന്ത്രമെഴുതിയ പേപ്പറിനെയും തലയണയിൽ കടിയിൽ വയ്ക്കുക. മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാമെങ്കിൽ കൂടുതൽ ഫലവത്തായിരിക്കും, ഏകാഗ്രതയും ലഭിക്കും. എത്ര വലിയ പിണക്കത്തിൽ ആയാലും അവർ നിങ്ങളിലേക്ക് ആകർഷിതരാകുക തന്നെ ചെയ്യും. ജാതി, മത, ലിംഗ, നക്ഷത്ര ഭേദമില്ലാതെ ഏവർക്കും ഇത് ചെയ്യാവുന്നതാണ്. 90 ദിവസം ചെയ്യണമെന്നാണ് വിധിയിൽ പറയുന്നത്. അവരുടെ മനസ്സിന്റെ കട്ടി പോലെ ഇരിക്കും. അവർ ചിലപ്പോൾ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ വിളിച്ചേക്കാം, അല്ല എങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വിളിച്ചേക്കാം. അത്രയും പ്രഭാവശാലിയായ മന്ത്രവും വിധിയുമാണിത്. അവർ വന്നാലും ഇത് 90 ദിവസം വരെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് അവർ വിട്ടുപോകാതിരിക്കുവാൻ ഇത് സഹായകരമായിരിക്കും. അവർ എത്ര ദൂരത്തിരുന്നാലും നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയം അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നതായിരിക്കും. കാര്യം നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ദാനമെങ്കിലും ചെയ്യാൻ മറക്കരുത്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും കാളിയമ്മയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.